നമസ്കാരം. ബി.ജെ.പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ, അതായത് എൻ.ഡി.എയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി ആതിര ഡി നായർ എന്ന് പറയുന്നത്. ഈ ആതിര ഡി നായറും അതോടൊപ്പം തന്നെ സീരിയലിൽ വർക്ക് ചെയ്യുന്ന ഒരു നടിയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അവസാനം ആ നടിക്ക് കാര്യം മനസ്സിലായി. ആതിര ഡി നായർ പറഞ്ഞ കാര്യമാണ് യാഥാർത്ഥ്യം. കാരണം ഈ ബസ്സുകളിലൊക്കെ സ്റ്റെപ്പിന്റെ ഉയരം കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഒക്കെ കേന്ദ്ര സർക്കാരാണ് നടപ്പിലാക്കിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സീരിയലിലെ നടിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോഴത്തേക്ക് അവര് ആതിര ഡി നായരെ ചൊറിയാനായിട്ട് വന്നു. പക്ഷെ കൃത്യമായ തെളിവുകൾ ആയിട്ട് ആതിര ഡി നായർ ഒരു ആക്രമണം നടത്തിയപ്പോൾ പത്തി മടങ്ങി. പിന്നെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇന്ന് വരെ എവിടെയാണെന്ന് പോലും, ആ കക്ഷി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയ പാരമ്പര്യം വേണോ എന്നൊരു യൂട്യൂബ് ചാനൽ ജെൻസി സ്ഥാനാർത്ഥിയായ എൻ.ഡി.യുടെ 25-കാരി ആതിരയോട് ചോദിച്ചപ്പോൾ ആതിര നൽകിയ ഗംഭീരമായ ഒരു മറുപടിയുണ്ട്. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ചിലപ്പോൾ വർഷങ്ങളോളമായി അച്ഛൻ രാഷ്ട്രീയത്തിലായിരിക്കും അല്ലെങ്കിൽ അമ്മ രാഷ്ട്രീയത്തിലായിരിക്കും, അപ്പോൾ മകനും ഈ ഇലക്ഷനിലേക്ക് പുതുമുഖമായി മത്സരിക്കുന്നു. അതാണ് വർഷങ്ങളായുള്ള ട്രെൻഡ്. പക്ഷെ ഇപ്പോൾ അത് മാറുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സിനിമാ നടന്മാർ അല്ലെങ്കിൽ ഗായകന്മാർ അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങൾ, അങ്ങനെ ഏതെങ്കിലും കായിക മേഖലയുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാട്ട്, ഗാനം, അങ്ങനെയുള്ള ഒരു കലാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും ഇപ്പോൾ മത്സരിക്കുന്നത്, രാഷ്ട്രത്തിലേക്ക് വരുന്നത്. അതിന് ആതിര കൊടുത്തൊരു ഗംഭീരമായ മറുപടിയുണ്ട്. അതായത് സമൂഹത്തിന്റെ ഏത് തുറയിലുള്ളവർക്കും യാതൊരു വിധത്തിലുള്ള മുൻപരിചയമോ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതയോ ഇല്ലെങ്കിലും കടന്നു വരാവുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. കാരണം പല മേഖലയിലുള്ള ആൾക്കാർ കടന്നു വരുമ്പോൾ ആ മേഖലയിലുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടെത്താനും പരിഹരിക്കാനും അവർക്ക് സാധിക്കുമെന്നാണ് ആതിര പറയുന്നത്. രാഷ്ട്രീയമായാലും എന്തായാലും ഒരാൾ പുതിയതായി ഒരു മേഖലയിൽ കടന്നു വരുമ്പോൾ അവർ അവിടെ പുതുമുഖമാണ്. വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആൾക്കാർ മത്സരിക്കാൻ ആദ്യമായി വരുമ്പോൾ അവരും പുതുമുഖമായിരുന്നു എന്നാണ് ആതിര ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ആതിര പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മന്ത്രി വാസവനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സർ ഇതിനു മുമ്പ് ഒരു ഷാപ്പിലെ കറിക്കാരനായിരുന്നു. അദ്ദേഹം ആ നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയക്കാരനായി വളർന്ന് ഇന്നിപ്പോൾ മന്ത്രി വരെയായി എത്തി നിൽക്കുന്നു. മനസ്സിലായോ? അപ്പോ ഈ ചോദ്യം തന്നെ സത്യം പറഞ്ഞാൽ ഒരു അപ്രസക്തമാണ് ഈ ചോദ്യം എന്നാണ് ആതിര നായർ യൂട്യൂബ് ചാനലിലെ അവതാരകനോട് മറുപടിയായി പറയുന്നത്. ആതിര പറഞ്ഞു നിർത്തുന്നത്, ഏറ്റുമാനൂരിൽ 2020 സ്ഥാനാർത്ഥിയായ ആതിര ഡി നായരെ പലരും ട്രോളി ഒതുക്കാൻ നോക്കിയെങ്കിലും കഴിവും അറിവുമുള്ള ആതിര അവർക്ക് തക്കമായ മറുപടി നൽകി മുന്നേറുകയാണ്. KSRTC ബസിന്റെ പടിയുടെ വീതി വരെ കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കുന്നതെന്ന ആതിരയുടെ കമന്റിനെ വിമർശിക്കാൻ നോക്കിയ TV താരമായ സ്നേഹ ശ്രീകുമാറിന് ആതിര കേന്ദ്ര സർക്കാർ അടക്കം, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവടക്കം ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ മറുപടിക്ക് പിന്നെ സ്നേഹ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. ഇതോടെ CPM-ന്റെ വാസവനും കോൺഗ്രസിന്റെ നാട്ടകം സുരേഷും മത്സരിക്കുന്ന ഏറ്റുമാനൂരിൽ നിർണായകമായ ഒരു ശക്തി കേന്ദ്രമായി ആതിര ഡി നായർ മാറുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷിനെ കണ്ടപ്പോൾ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയതും എല്ലാ രീതിയിലും വലിയൊരു തരംഗം തന്നെ അവിടെ സൃഷ്ടിച്ചു. MLA ആയാൽ എന്തു ചെയ്യും എന്നതിന് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഏറ്റുമാനൂരിൽ നടപ്പാക്കുമെന്ന ആതിരയുടെ മറുപടിയും വൈറലായി. ആതിരയ്ക്ക് ജെൻസി തലമുറയുടെ പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അനുദിനവും. വോട്ടിംഗ് അവകാശമുള്ള നല്ലൊരു ശതമാനം ജെൻസി തലമുറകൾ പാർട്ടി വിഭാഗീയത മറന്ന് ആതിരയ്ക്ക് വോട്ട് ചെയ്യുമോ എന്ന ആശങ്ക ഇപ്പോൾ CPM-നും കോൺഗ്രസിനുമുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ബീഹാറിലെ ഗായികയായ 26-കാരിയായ മൈഥിലി ഠാക്കൂർ. അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ ബീഹാറിലെ MLA ആണ്. ഇവരെല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് BJPക്ക് വേണ്ടി വിജയം കൊയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ബീഹാറിൽ കണ്ടത്. ഇപ്പോൾ ആതിര ഡി നായരെ കേരളത്തിലെ മൈഥിലി ഠാക്കൂർ എന്നാണ് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ജെൻസികളും വിശേഷിപ്പിക്കുന്നത്.